ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചിക്കൻ്റെ ഒരു സ്പെഷ്യൽ ഡിഷാണ് തയ്യാറാക്കാൻ പോകുന്നത്. ചിക്കൻ തോരൻ. ചിക്കൻ തോരൻ തയ്യാറാക്കാനായിട്ട് നമുക്ക് ചിക്കൻ്റെ എല്ലില്ലാത്ത ഭാഗമാണ് വേണ്ടത്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ നമുക്ക് നോക്കാം. ബോൺലെസ് ചിക്കൻ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയത് വേണം. ഒരു 1/2 കപ്പോളം തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇനി വലിയൊരു സവാളയാണ്, ഇത് ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് വേണം. 2 തക്കാളി ചെറുതായി എരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് കറിവേപ്പില. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടെ എടുത്ത് വയ്ക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ എടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടെ ചേർക്കാം. ഇത്രയും പൊടികളാണ് നമ്മളിപ്പോൾ തൽക്കാലം എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് കൂടാതെ നമുക്ക് കുറച്ച് പൊടികൾ കൂടെ വേണം കേട്ടോ. അത് നമുക്ക് ലാസ്റ്റ് എടുക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ചിക്കൻ തോരൻ പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. പാൻ ചൂടാകുമ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഉണ്ട്. പിന്നെ 2 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് വഴറ്റാം കേട്ടോ. അപ്പോൾ നമുക്ക് സവാളയൊക്കെ നന്നായി വാടി കിട്ടും. അതിനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്ത സവാളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ നല്ലപോലെ വാടി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളിലൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പൊടികൾ ചേർക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മൾ ചേർത്ത പൊടിയൊക്കെ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഫ്ലെയിം ഹൈ ആക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റോളം ചിക്കൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ സിമ്മാക്കിയിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇപ്പം നമ്മൾ ചിക്കനിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അത് നല്ലപോലെ വെള്ളം വന്നിട്ടുണ്ട്. നമുക്കിനി പാത്രം ഒന്ന് തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം ഈ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചിക്കൻ ഏകദേശം ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയും അടച്ച് വെച്ച് കഴിഞ്ഞാൽ ചിക്കനാകെ പൊടിഞ്ഞു പോകും. അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റാനായിട്ട് നമുക്ക് തുറന്ന് വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കനൊക്കെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. ഇതിപ്പോൾ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്ത് എല്ലില്ലാത്ത ചിക്കൻ ആയതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ പാത്രം തുറന്ന് വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഒരുവിധം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചിക്കന് വേവ് കുറവാണെങ്കിൽ കുറച്ച് നേരം കൊണ്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ അരയ്ക്കുന്നതും പൊടിക്കുന്നതൊന്നുമില്ല, ചിരകി അങ്ങനെ തന്നെ ചേർക്കുകയാണ് ചെയ്യുന്നത്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വയ്ക്കാം. തേങ്ങ ചെറുതായി ഒന്ന് കുക്കായി വരട്ടെ.
അപ്പം 5 മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് പൊടികൾ കൂടെ ഒന്ന് ചൂടാക്കി നമ്മുടെ ചിക്കനിൽ മിക്സ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ചെയ്താലാണ് നമ്മുടെ ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതിനായിട്ട് നമ്മൾ കനമുള്ള ഒരു ചീഞ്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം, ഗരം മസാലപ്പൊടി. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുരുമുളകാണ് കേട്ടോ. അപ്പോൾ നൈസായിട്ട് പൊടിച്ച കുരുമുളകല്ല, തെരിപ്പായിട്ട് പൊടിച്ച കുരുമുളക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഒട്ടും കരിഞ്ഞു പോകാതെ നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഫ്രൈ ചെയ്ത് വെച്ച ഈ പൊടി നമ്മുടെ ചിക്കനിൽ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നല്ല ചൂടുള്ള കഞ്ഞിയുടെ ഒപ്പം നല്ല അടിപൊളി കോമ്പിനേഷനാണ് നമ്മുടെ ചിക്കൻ തോരൻ. നമ്മുടെ വീട്ടിൽ ചിക്കനൊക്കെ വാങ്ങുമ്പോൾ അതിൽ എല്ലില്ലാത്ത പീസുകളൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.